So last class we discussed different ciphers, right? Playfire cipher and Hill cipher. Different polyalphabetic ciphers, right? Playfire cipher അതുപോലെ തന്നെ എന്താണ് ഹിൽ സൈഫർ ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ല. ഹിൽ സൈഫറിൽ ലാസ്റ്റ് നമ്മളൊരു പ്രോബ്ലം എഴുതിയിട്ടുണ്ടായിരുന്നു. ഹാവ് യു കംപ്ലീറ്റഡ് ദാറ്റ്? ചെയ്തിട്ടുണ്ടോ അത്? ചെയ്തിട്ടുണ്ടോ? കാവ്യ ചെയ്തിട്ടുണ്ടോ? ഏത്? നിങ്ങളൊരു സൈഫർ ഉണ്ടാക്കിയല്ലേ? പ്ലെയിൻ ടെക്സ്റ്റ് പേ മോർ മണി എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ടെക്സ്റ്റ് എന്നതിൽ നിന്ന് യു ഗോട്ട് എ സൈഫർ ടെക്സ്റ്റ്. എന്തായിരുന്നു അത്? RRLMWBKASPDH. അതാണോ കിട്ടിയത്? ആണോ കാവ്യ കിട്ടിയത്? അല്ലേ? ഓക്കെ. Now we need to decrypt that ciphertext to plain text. നമ്മളത് സൈഫർ ടെക്സ്റ്റിനെ എന്ത് ചെയ്യണം? ഇനി ഡീക്രിപ്റ്റ് ചെയ്യണം. അപ്പൊ അതിനെന്തായിരുന്നു ചെയ്യാം? നമ്മുടെ കീ എന്ന് പറയുന്നതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു അല്ലെ? ആ ഇൻവേഴ്സ് കിട്ടിയോ നിങ്ങൾക്ക്? കണ്ടുപിടിച്ചാ എന്താ കിട്ടിയ ഇൻവേഴ്സിന്റെ വാല്യൂ പറഞ്ഞ? കെ ഇൻവേഴ്സ് അല്ലേ? പറ. 4950. എന്താ കിട്ടിയത്? 4 5 15 15 4950. സോറി 49 ആട്ടെ അല്ലേ? പിന്നെ 15 പറ. 0 ആണോ? ദിസ് ഈസ് അവർ ഇൻവേഴ്സ് അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കണം അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ പ്ലെയിൻ ടെക്സ്റ്റ് കണ്ടുപിടിക്കണം. സോ യു ഹാവ് സൈഫർ ടെക്സ്റ്റ് ആൻഡ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പൊ എന്താ ഞാൻ ഇക്വേഷൻ പറഞ്ഞത്? CK ഇൻവേഴ്സ് അല്ലേ? മോഡ് 26. ദിസ് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പൊ സൈഫർ ടെക്സ്റ്റിന്റെ കറസ്പോണ്ടിങ് കോഡ്സ് നിങ്ങളെ കയ്യിലുണ്ട്. അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കോ? ചെയ്തു നോക്കിയോ? മനസ്സിലായില്ലേ? സോ ദാറ്റ് ഈസ് എന്താണ്? ഹിൽ സൈഫർ കേട്ടോ. സൈഫർ എന്നാണ് റിയൽ പ്രൊനൗൺസിയേഷൻ. സിഫർ എന്ന് പറയാനുള്ള സൈഫർ ആണ് റിയൽ പ്രൊനൗൺസിയേഷൻ. ഓക്കെ. അപ്പോൾ എന്തൊക്കെ സൈഫേഴ്സ് നമ്മൾ പഠിച്ചത് പറഞ്ഞ? ഫസ്റ്റ് പഠിച്ചെന്താ? പറവട്ടിയുടെ മോണോ ആൽഫബറ്റിക് സൈഫർ. മോണോ ആൽഫബറ്റിക് സൈഫറിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത് നമ്മള്? പ്ലേഫയർ സൈഫർ. ഫസ്റ്റ് നമ്മള് സീസർ സൈഫർ പഠിച്ചല്ലേ? സീസർ സൈഫർ. പിന്നെ അതായത് ദാറ്റ്സ് ആൻ അഡിറ്റീവ് സൈഫർ. പിന്നെന്താ പഠിച്ചത് നിങ്ങള്? പിന്നെന്താ പഠിച്ച പറ? പ്ലേഫയർ സൈഫർ അല്ലേ? പിന്നെ പഠിച്ചത് ഹിൽ സൈഫർ. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഒരു സംഭവം ഉണ്ട്. നെക്സ്റ്റ് ഇത് ഓർമ്മ വേണം, ഓരോന്ന് മാറിപ്പോകാൻ പാടില്ല ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പം ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകാൻ പാടില്ല. ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു പ്രോബ്ലം കൂടി നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം ബാക്കി നെക്സ്റ്റ് സൈക്കിളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. എഴുതിക്കോളൂ.
use a Hill cipher to encipher the message. Use a Hill cipher. Use a Hill cipher to encipher the message. Encipher the message. Use a Hill cipher to encipher the message. Message എന്ന് പറയുന്നത് we live in an insecure world. We live in an insecure world. Insecure world. Right? Insecure world. Use Hill cipher to encipher the message. We live in an insecure world. Use the following key. Key ഇവിടെ തന്നിട്ടുണ്ട്. Key K എന്ന് പറയുന്നത് 3, 2, 5, 7. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കീ. അപ്പോൾ വി ഹാവ് ടു യൂസ് ഹിൽ സൈഫർ അല്ല. ഹിൽ സൈഫർ അൽഗോരിതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് സൈഫർ ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി എക്സാമിന് ചോദിക്കും. Okay, we live in an insecure world. That is our plain text, and we need to convert it to cipher text using Hill cipher. Okay, അപ്പോൾ എങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യാം? നിങ്ങളിങ്ങനെ മിണ്ടാണ്ടിരിക്കല്ലേ, റെസ്പോണ്ട് ചെയ്യും. ഗ്രൂപ്പ് ചെയ്യാം. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എത്ര വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം? 2 വെച്ച്. എന്തുകൊണ്ടാണ് 2 വെച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്? K എന്ന് പറയുന്നത് 2x2 മെട്രിക്സ് ആണ് അല്ലേ, അതിന്റെ സൈസ് എന്ന് പറയുന്നത് 2 ആണ്. സോ വി നീഡ് ടു ഗ്രൂപ്പ് ഇറ്റ് ആസ് 2 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യും. ഇപ്പൊ ഗ്രൂപ്പ് ചെയ്തോ, 2 വെച്ച് ഗ്രൂപ്പ് ചെയ്തോ. അപ്പം ഇത് ഒരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്. ശ്രദ്ധിച്ച് ചെയ്യുക ഗ്രൂപ്പ്. ഓക്കെ, ഇപ്പൊ രണ്ടാക്കി ഗ്രൂപ്പ് ചെയ്തല്ലേ ഞാൻ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാം? വാട്ട് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? പറോട്ട എന്താ അടുത്ത സ്റ്റെപ്പ്? എന്താ ഇതിന്റെ ആൽഫബറ്റിക് നമ്പറിംഗ്. ഓക്കെ, ഇപ്പൊ ചെയ്തോ. കാവ്യ അറിയില്ല ചെയ്യാൻ? ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിന്നെ ലെറ്റേഴ്സ് കണ്ടുപിടിക്കും.
ഇപ്പൊ ലാസ്റ്റ് ലെറ്ററിന് കറസ്പോണ്ടിങ് ആയി നമുക്കൊരു പെയർ കിട്ടുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യാം? എക്സ് വെച്ച് വേറെ ഏതെങ്കിലും ഒരു ലെറ്റർ പിന്നെ അതിന്റെ കൂടെ എക്സ് വെക്കും അല്ലെ, എന്നിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ വരുമോ നമുക്ക് ഗ്രൂപ്പ് ഇതിന് ശേഷം എന്തൊക്കെയാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമോ? വി ഇ എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ വരുമോ? ലെറ്റേഴ്സ് എന്തൊക്കെ വരുമോ? ഐ മീൻ സോറി, പിന്നെ നമ്പേഴ്സ് എത്ര? 22 4. 22 4 ഇത് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ അല്ല. 3 2 5 7. ഓക്കെ ഓക്കെ, ചെയ്തോളൂ. നിങ്ങൾ ചെയ്യുമല്ലോ, കുഴപ്പമില്ലല്ലോ. LIന്റെ എന്താ വരുമോ അടുത്ത? 11 8. Again we have to multiply with this matrix, right? അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ സൈഫർ ടെക്സ്റ്റിന്റെ C1 C2 കിട്ടും അല്ലേ? C3 C4 അങ്ങനെ മുഴുവൻ കണ്ടുപിടിക്കും കേട്ടോ. മജ്മിന ചെയ്യുന്നില്ല? ഓക്കെ. കാർത്തിക് മനസ്സിലാകുന്നുണ്ടോ? കാർത്തിക സാറേ ചെയ്യാൻ പറ്റുന്നില്ല? ഡൗട്ട് ഉണ്ടോ? വൈഷ്ണവ്, ശ്രുതി ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെയ്തിട്ട് പറയാം കേട്ടോ. എന്താ ടെക്സ്റ്റ് കിട്ടിയെന്നുള്ളത് പറയാം ലാസ്റ്റ്. എല്ലാം ചെയ്യുക. അതുപോലെ അടുത്ത പെയർ എടുക്കുക, നെക്സ്റ്റ് പെയർ എടുക്കുക, ഓരോ ഗ്രൂപ്പ് വെക്കുക. അത് വെച്ചിട്ട് നമ്മുടെ കീ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് എ array or matrix and you have to find out the corresponding alphabets related to that number.
കിട്ടിയോ? ചെയ്ത് കഴിഞ്ഞോ? ശ്രുതി ചെയ്ത് കഴിഞ്ഞോ? അഫ്ല ചെയ്തോ? ചെയ്യുന്ന സാർ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ പറയാട്ടോ, ആൻസർ പറയാം. നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി, എൻകോഡിങ് മാത്രം, എൻക്രിപ്ഷൻ മാത്രം ചെയ്താൽ മതി, ഡീക്രിപ്ഷൻ ചെയ്യണമെന്നില്ല. ജസ്റ്റ് വേണമെങ്കിൽ അതിന്റെ പിന്നെ ചില സമയങ്ങളിൽ ചിലപ്പം അതിന്റെ കീ, ഇൻവേഴ്സ് കീ കൂടി കണ്ടുപിടിക്കാൻ പറയും. അപ്പം അത് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, കാവ്യ ചെയ്തോ? കഴിഞ്ഞില്ല. കഴിഞ്ഞോ? ഇല്ല കഴിഞ്ഞില്ല. കുറെ ഉണ്ടല്ലോ ലെറ്റേഴ്സ്. കാൽക്കുലേറ്റർ വെച്ച് ചെയ്താൽ പോരെ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? എന്തായിരുന്നു കിട്ടിയ വാല്യൂസ്? C1 ആൻഡ് C2 പറ. എന്താ കിട്ടിയത്? എത്ര? ആ, വാല്യൂസ് പറ, നമ്പേഴ്സ്. 8 ആ? 8 അല്ല. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് എന്തൊക്കെയാ? ഐയും യു അല്ല. അടുത്ത് കഴിയുമ്പോഴോ? 21 0. 21 0. അപ്പൊ എന്താ കറസ്പോണ്ടിങ് ലെറ്റേഴ്സ്? 21 0 അല്ലേ വന്നത്? അപ്പൊ 21 എന്താ കറസ്പോണ്ടിങ്? പി ആണോ? വി 0 എന്താ? എ. വി എ വരും. അടുത്ത കിട്ടിയോ? C5 C6 5 18. നജിക്കേതസ് കിട്ടുന്നുണ്ടോ? വിടുന്നുണ്ട്. എത്ര വന്നത്? ലെറ്റർ പറഞ്ഞാൽ മതി. 5 18 F S. ഇതന്നെയാണോ എല്ലാവർക്കും കിട്ടുന്നത്? കാവ്യ ഇതാണോ കിട്ടുന്നത്? ഇത് എളുപ്പമാണ്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് കേട്ടോ. അടുത്തെന്താ? C7 C8 11 3. 11 സോറി, ഇത് പറഞ്ഞാൽ മതി. L എല്ലാ LD സിയ D
ബി അല്ല. അടുത്ത C9 C10 D. എന്താ വന്നത്? ചെയ്തോ? അത് C9 C10 ചെയ്തോ? ഇല്ല. ചെയ്തോ? അടുത്തത് കിട്ടിയ C9 C10. എന്താ കിട്ടിയത് അഫ്ല? N എത്രയാണ്? 2 N. ഇങ്ങനെയാണോ വരുന്നത്? എൻ്റെ ആൻസർ ഇല്ല, ഈ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, സൊല്യൂഷൻ ഇല്ല. അപ്പം നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം ആൻസേഴ്സ് ഒന്ന്. അതുപോലെ C11 C12 കൂടി ഉണ്ടല്ലോ ഇനി. C11 C12 എത്ര? LD ആണോ? C7 C8 LD ആണ്. ഏത്? C11 C12 അല്ല. ഞാൻ ഈ കോഡ് എഴുതിയ കോഡ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ പറഞ്ഞ എഴുതി എല്ലാവർക്കും അതാണോ കിട്ടിയത്? IUVA FSLB NNLD ഇങ്ങനെയാണോ കിട്ടിയത്? അങ്ങനെയാണോ? നജികേഴ്സ് കറക്റ്റ് ആണോ? ശ്രുതി കിട്ടിയോ? കിട്ടി. ഓക്കെ, അപ്പൊ അത് പഠിച്ചില്ലേ, മാറിപ്പോകാൻ പാടില്ലേ. FSLD അല്ലേ? ബി ആണോ വരുന്നത്? LD. അവസാനത്തെ ബി ആണോ? D അല്ലേ? പി അല്ലേ? ഓക്കെ ഓക്കെ. D അല്ല. ഇത് നോക്കിയ നമ്പർ എന്താ വന്നത് നോക്കിയ മൾട്ടിപ്ലൈ ആയിട്ട്. D ആണ് സർ. D. നിങ്ങൾ ടൈപ്പ് ചെയ്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടി ആണോ? ഡി അല്ല. ഫൈൻ. അത് മനസ്സിലായില്ല. ബി. ഇതാണ് നിങ്ങളുടെ സൈഫർ ടെക്സ്റ്റ്. ഓക്കെ, നമ്മുടെ ഈ സംഭവത്തിന് നമ്മൾ എന്താക്കി മാറ്റി? ഇതിന് ദിസ് ഈസ് അവർ പ്ലെയിൻ ടെക്സ്റ്റ് ആൻഡ് വി കൺവേർട്ടഡ് ടു സൈഫർ ടെക്സ്റ്റ് യൂസിങ് ഹിൽ സൈഫർ. ഓക്കെ, അപ്പൊ അതില് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലെയിൻ ഫയർ സൈഫറും ഹിൽ സൈഫറും മാറാൻ പാടില്ല. ഹിൽ സൈഫറിൽ എന്ന് വെച്ചാൽ നമ്മൾ കറസ്പോണ്ടിങ് മെട്രിക്സ് ഉണ്ടാക്കി, അത് രണ്ടിലും നമ്മൾ കൺസ്ട്രക്ടിങ് എ മെട്രിക്സ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഇതിൽ എന്ന് വെച്ചാൽ നമ്മൾ ആൽഫബറ്റ്സ് തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് പ്ലേ ഫയർ സൈഫറിൽ. ഇതിലെന്താ ചെയ്യുന്നത്? നമ്മൾ ഇത് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിലുള്ള വാല്യൂസുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ആയിട്ട് ആ കിട്ടുന്ന വാല്യൂസിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല.
നിങ്ങൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ മാറിപ്പോയാലും നിങ്ങൾക്ക് ഉത്തരം തെറ്റും കേട്ടോ. ഹിൽ സൈഫർ ചോദിച്ചിട്ട് നിങ്ങൾ പിന്നെ പ്ലേ ഫയൽ സൈഫറാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കറക്റ്റ് ആൻസർ കിട്ടില്ല, 0 മാർക്കിലും കിട്ടും. അപ്പോൾ ഓരോ സൈഫറും എന്താണ് എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ വാട്ട് ഈസ് ദാറ്റ് അൽഗോരിതം അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. കൺഫ്യൂഷൻ ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയില്ലേ പറഞ്ഞ? ഓക്കെ, അപ്പൊ ഇനി ഇപ്പം നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വിഗ്നർ സൈഫർ. ഓക്കെ, വിഗ്നർ സൈഫർ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് വിഗ്നർ സൈഫർ ആണ്. Vignor cipher. Okay, this is also a polyalphabetic cipher ആണ് കേട്ടോ. polyalphabetic ആണ്, അതായത് ഒരേ ലെറ്ററിന് തന്നെ ഡിഫറെന്റ് 1 to many ആയിരിക്കും, ഡിഫറെന്റ് കോഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് സൈഫർ ലെറ്റേഴ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതില് നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ വി ഷുഡ് ക്രിയേറ്റ് എ കീ സ്ട്രീം. ഒരു കീ സ്ട്രീം ഉണ്ടാക്കുക. ഒരു പർട്ടിക്കുലർ കീ ഉണ്ടാവും, ആ കീ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു കീ സ്ട്രീം ഉണ്ടാക്കി ആ കീ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സ്ട്രീം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വിൽ കൺവേർട്ട് പ്ലെയിൻ ടെക്സ്റ്റ് ടു സൈഫർ ടെക്സ്റ്റ്. അപ്പം നമുക്കിവിടെ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടാവും അല്ലെ. പ്ലെയിൻ ടെക്സ്റ്റ് ഇവിടെ പി ഞാൻ എഴുതുവാണ്, P1 P2 P3. ഓക്കെ, നമുക്ക് എന്തുണ്ടാവും, സിമിലർലി വിൽ കൺവേർട്ട് ഇറ്റ് ആസ് സൈഫർ ടെക്സ്റ്റ്, ദാറ്റ് ഈസ് C1 C2 C3. ഓക്കെ, അങ്ങനെ പോകും. അപ്പം വി ക്രിയേറ്റ് എ കീ. ഓക്കെ, വിൽ ക്രിയേറ്റ് എ കീ സച്ച് ദാറ്റ്, ഇപ്പം നമ്മളിപ്പം കീൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് K1 K2 ഓക്കെ K3 ഇങ്ങനെ ഇത്രയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്ര മാത്രം ലെങ്ത് ഉള്ളെങ്കിൽ എന്ത് ചെയ്യും, സപ്പോസ് KM വരെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു കീ നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും റിപ്പീറ്റ് ചെയ്തുണ്ടാക്കും. അപ്പം നമ്മൾ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഹിൽ സൈഫറിന്റെ കേസിൽ നമുക്ക് കീ അനുസരിച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് അല്ലെ, നമ്മൾ പിന്നെ ലെറ്ററിനെ ഗ്രൂപ്പ് ചെയ്ത്, ഇതിൽ ലെറ്ററിന്റെ ലെങ്ത് എത്രയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കീ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ KM ആണ് നമ്മുടെ എൻഡിലുള്ള ലെറ്റർ ആണെങ്കിൽ വീണ്ടും അഗെയിൻ വിൽ റിപ്പീറ്റ് സച്ച് ദാറ്റ് K1 K2 അപ് ടു KM. അഗെയിൻ നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ യൂസ് ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാം, സോറി നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ പറഞ്ഞത്? അമയ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതിലെന്താ ചെയ്യുക, നമ്മൾ കീ സ്ട്രീം ഉണ്ടാക്കും. ആ കീ സ്ട്രീം യൂസ് ചെയ്തുകൊണ്ട് വിൽ ക്രിയേറ്റ് സൈഫർ ടെക്സ്റ്റ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ
മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം അത് മനസ്സിലാവും. അപ്പോൾ എഴുതിക്കോളും. എൻക്രിപ്റ്റ് ദ മെസ്സേജ്, എൻക്രിപ്റ്റ് ദ മെസ്സേജ്, ഷീ ഈസ് ലിസണിങ്. നമ്മുടെ മെസ്സേജ് ഷീ ഈസ് ലിസണിങ് എന്നാണ്. ഓക്കെ, ഷീ ഈസ് she is listening. Okay, using the 6-character keyword, using the 6-character keyword. നമ്മുടെ ക്യാരക്ടർ കീവേഡ് എന്ന് പറയുന്നത് പാസ്കൽ കേട്ടോ, പാസ്കൽ. ഈ പാസ്കൽ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് വി നീഡ് ടു കൺവേർട്ട് അവർ പ്ലെയിൻ ടെക്സ്റ്റ്, ദാറ്റ് ഈസ് ഷീ ഈസ് ലിസണിങ്, that should be converted to a ciphertext. അപ്പോൾ എങ്ങനെ ചെയ്യും നമ്മൾ? അപ്പോൾ നമ്മൾ ആദ്യം മെത്തേഡ് എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് എഴുതുക. നിങ്ങൾ ലെറ്റർ വൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഇങ്ങനെയാണ് പി ഷീ ഈസ് ഓക്കെ, കാണുന്നില്ല? ഇതാണ് നമ്മുടെ കോഡ്, ഐ മീൻ പ്ലെയിൻ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂസ് എഴുതിയ, ഐ മീൻ ലെറ്ററിൻ്റെ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് നമ്പേഴ്സ് എഴുതുക, ആൽഫബറ്റ് നമ്പേഴ്സ് എഴുതുക. എഴുതിയാട്ടെ. കാണുന്നില്ലേ അമ്മയെ? കാണുന്നില്ല? കാണുന്നില്ല, സ്ക്രീൻ കാണുന്നില്ല. ഇപ്പൊ കാണുന്നില്ല? സോറി. സോറി, ഇപ്പൊ കാണുന്നില്ല? കാണുന്നില്ല? ഹലോ, കാണുന്നില്ല? ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ്, ഷീ ഈസ് ലിസണിങ് ആണ് നമ്മുടെ എന്ത് പ്ലെയിൻ ടെക്സ്റ്റ് അല്ലേ. പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഷീ ഈസ് ലിസണിങ് ആണ്. ആൻഡ് വി നീഡ് ടു കൺവേർട്ട് ഇറ്റ് ടു എന്ത് ചെയ്യണം, നമ്മൾ ഇതായിട്ട് മാറ്റണം അല്ലേ, സൈഫർ ടെക്സ്റ്റ് ആയിട്ട് മാറ്റണം. ഇത് പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടി നമുക്കൊരു കീ തന്നെ. എന്താ കീ? എന്താണ്? പാസ്കൽ, ദാറ്റ് ഈസ് അവർ കീ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ പ്ലെയിൻ ടെക്സ്റ്റ് ഇങ്ങനെ എഴുതുക, ഷീ ഈസ് ലിസണിങ് എഴുതുക. ആൻഡ് വി ഹാവ് ടു റൈറ്റ് കറസ്പോണ്ടിങ് നമ്പേഴ്സ്. ഓരോ ആൽഫബറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ എഴുതി വെക്കുക. SHE ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്പേഴ്സ് എഴുതി വെക്കുക. അപ്പൊ എഴുതി വെക്കുക ആദ്യം നിങ്ങളത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് പറഞ്ഞേ? എസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എന്താ? കേൾക്കുന്നില്ലേ പറയുന്നത്? 17 ആണോ? 18 അല്ലേ? അല്ലേ? 18 7 4 8 18 11 8 18 19 4 4 ആണ്. 4
പിന്നെന്താ 13. 13 again 8 13. again 13 പിന്നെന്താ 6 വരും അല്ലേ. ഇത് എഴുതി വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ പാസ്കൽ എന്ന് പറഞ്ഞ വേർഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഇവിടെ എഴുതും. താഴെ എഴുതേണ്ട മുകളിൽ എഴുതും. പാസ്കലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് എന്തൊക്കെ വരുമോ? എന്താ ഒരു പറ കുട്ടികളെ. 0. 15 അല്ല 5. പിന്നെന്താ വരുക? 0 18. 18 2. 2 0 11 അല്ലേ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കീ സ്ട്രീമിനെ നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ, നോക്കാം നമുക്ക്. കീ സ്ട്രീമിനെ ഞാൻ ഇവിടെ എഴുതും. അങ്ങനെ എഴുതുക. ആദ്യത്തേല് എന്ത് ചെയ്യാം? 15 0 18 2 0 11. ഇതിന് ശേഷം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും, ഇതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതും. അപ്പൊ ഇവിടെ കഴിഞ്ഞു. അഗെയിൻ വിൽ റിപ്പീറ്റ് 15 0 18 2 0 അല്ലേ. 2 0 11. അപ്പം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്താണ്? 15 0. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അതുല്യ മനസ്സിലായോ? ഇതാണ് നമ്മുടെ കീ. അമ്മയ ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം മോഡുലാർ ഡിവിഷൻ ചെയ്യാം കേട്ടോ. മോഡുലാർ ഡിവിഷൻ ചെയ്യാന്ന് വെച്ചാൽ 26 അബവ് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ അതിനെ 26 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കും. അത്രേ ഉള്ളൂ ചെയ്യാം. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഫർ ടെക്സ്റ്റ് കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ദ ടെക്സ്റ്റ് കറസ്പോണ്ടിങ് ടു ദോസ് നമ്പേഴ്സ്? മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? അജ്മിനെ മനസ്സിലായോ? ശ്രുതി ഇപ്പൊ എഴുതിക്കോ. 18 15 ആഡ് ചെയ്യാം. 33 വരും. 33 above 26 ആണ്. സോ യു ഹാവ് ടു ഡു മോഡുലാർ ഡിവിഷൻ യൂസിങ് 26. അത് വെച്ചിട്ട് ചെയ്യാം. ഓരോന്നും ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെക്സ്റ്റ്, സൈഫർ ടെക്സ്റ്റ് എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. നെക്സ്റ്റ് അവർ ഞാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, സമയമായില്ലേ? മനസ്സിലായില്ലേ? നചികേതസ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ പേരാണ് എന്ത്? വിഗ്നർ സൈഫർ കേട്ടോ. വിഗ്നർ സൈഫർ. അപ്പൊ ഓരോന്നും ഓർമ്മയാണ്. പേര് ഓർമ്മയാണ്. ആൻഡ് വാട്ട് ഈസ് ദ പെർട്ടിക്കുലർ മെത്തേഡ് അത് ഓർമ്മയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൺഫ്യൂഷൻ ആയി. ഇപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക. പ്ലേഫൈ സൈഫറിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, സീസർ സൈഫറിൽ എന്താ ചെയ്യുന്നത്, ഹിൽ സൈഫറിൽ എന്താ ചെയ്യുന്നത്, വിഗ്നർ സൈഫറിൽ എന്താ ചെയ്യുന്നത്, ഓരോന്നിന്റെയും പെർട്ടിക്കുലർ അൽഗോരിതം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. മെത്തഡ്സ് ആരാ ആബ്സെന്റ്? ജ്യോതിഷ് അല്ല, നീരജ് അല്ലേ, അഫ്ല ഉണ്ട്, അജ്മിന ഉണ്ട്, അമയ ഉണ്ട്, അതുല്യ, ദൃശ്യയില്ല എവിടാ? ഓക്കെ, താങ്ക് യു.